പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം രാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഡ് ദാറ്റ് നെവർ ഫെയ്ഡ് എന്ന ഈ തിരുവചന ഗ്രൂപ്പ് വഴി തിരുവചനത്തെ തുടർമാനമായി ചിന്തിക്കുവാൻ ദൈവമൊരുക്കിയ നല്ല സാവകാശത്തെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ പാസ്റ്റർ ജിബിൻ അവറുകൾ, അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൽ തുടർമാനമായി ദൈവവചനം ശ്രവിക്കുന്ന കർത്തൃദാസന്മാർ, ദാസിമാർ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ സ്നേഹവും വന്ദനവും ഈ രാവിലെ സമയം അറിയിക്കുന്നു. കഴിഞ്ഞ ഓരോ ദിനരാത്രങ്ങളിലും കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ പരിപാലിച്ച വിധങ്ങൾ, വഴികൾ എല്ലാറ്റിനും നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഈ പ്രഭാതം കാണുവാൻ ദൈവം നമുക്ക് ആയുസ്സും ദീർഘിപ്പിച്ച് നൽകി, ആരോഗ്യം നൽകി, ദൈവം കൃപ നൽകി. അതിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. ഒരു നിമിഷം ദൈവസന്നിധി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നല്ല രാവിലെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും തിരുവചന ചിന്തയുമായി ആത്മീയമന്നെ എന്ന ഈ പ്രഭാത സന്ദേശ പരമ്പരയിൽ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ആയിരിക്കുമെന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം. ഈ ഗ്രൂപ്പിനെയും ഈ ഗ്രൂപ്പിൽ കർത്താവെ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെയും എല്ലാ അംഗങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ അനുഗ്രഹങ്ങൾ, നന്മകൾ കൂടെ ഇരിക്കട്ടെ, വഴികൾ തുറക്കട്ടെ. ഇന്നത്തെ വചനചിന്തയും ശുശ്രൂഷയും കേൾവിക്കാർക്ക് അനുഗ്രഹവും നന്മയുമായി തീരേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആദ്യയോടൊന്നും കൂടെ ഇരിക്കണം, കൃപയിൽ മറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. വചന വെളിപ്പാടുകളാൽ നിറയ്ക്കണം, കൃപ വ്യാപരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച അല്ലെങ്കിൽ ജനത്തിന് വചന സന്ദേശം കുറേ കൂടെ മനസ്സിലാകത്തക്കവണ്ണം ഉപമകൾ മൂലം പറഞ്ഞതിനെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത്. കഴിഞ്ഞ 10-11 ദിവസങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ആ കാര്യങ്ങൾ ചിന്തിക്കുവാൻ ദൈവം കൃപ നൽകി. ഇന്ന് പകലിലും കർത്താവ് പറഞ്ഞ സ്തോത്രം വളരെ പ്രാധാന്യമുള്ള യേശുക്രിസ്തുവിൻ്റെ ഉപമകളിൽ അല്ലെങ്കിൽ യേശുക്രിസ്തു പഠിപ്പിച്ച പഠിപ്പീരികളിൽ ഒന്നാണ് നല്ല ശമരിയക്കാരൻ്റെ ഉപമ. നമ്മൾ നിരവധി സന്ദേശങ്ങൾ ശ്രവിച്ചിട്ടുള്ള ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വേദവാക്യങ്ങളിലാണ് ആ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ. ഈ വേദവാക്യങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു വളരെ പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു ഉപദേശ സത്യം കൂടെ അതിനകത്ത് ഉണ്ട്. യേശു ഈ ഉപമ പറയുവാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അതിൻ്റെ പ്രാരംഭത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വായിക്കുന്നു, ശ്രദ്ധിച്ചാൽ. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. ഇവിടെ ന്യായപ്രമാണത്തിൽ പാണ്ഡിത്യവും അറിവും അതിനെ ശരിയാവണ്ണം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ന്യായശാസ്ത്രി. സ്തോത്രം. വചനം പഠിപ്പിക്കുന്ന, ന്യായപ്രമാണം പഠിപ്പിക്കുന്ന വ്യക്തിയാണ് ശാസ്ത്രിമാർ. അവരതിനകത്ത് പൂർണ്ണ പരിജ്ഞാനം പ്രാപിച്ചവരാണ്. എന്നാൽ യേശുവിനെ ഒന്ന് പരീക്ഷിക്കുവാൻ, യേശുവിൻ്റെ ഉപദേശം എന്താണെന്നൊന്നറിയുവാൻ ഇവിടെ നമ്മൾ കാണുന്നു. ആ വ്യക്തി ചോദിക്കുകയാണ്, ഞാൻ നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം?
എന്ത് ചെയ്യണം? യേശു പറയുന്ന മറുപടിയാണ് അടുത്ത ഭാഗം. യേശു പറയുന്നു, അവൻ അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ ഞാൻ തന്നെയെന്ന് ഉത്തരം പറഞ്ഞു. യേശു പറയുന്നു, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കുക, ന്യായശാസ്ത്രിയുടെ ചോദ്യം ഇതാണ്, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? യേശുവിനെ കൊടുക്കുവാനാണ് ഇത് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിയ യേശു ന്യായപ്രമാണത്തിൽ അതിനുവേണ്ടി എന്താണ് എഴുതിയിരിക്കുന്നതെന്നുള്ള മറുചോദ്യം ചോദിക്കുന്നു. അപ്പോൾ ആ വ്യക്തി പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും സ്നേഹിക്കണമെന്നും നിന്നെപ്പോലെ തന്നെ കൂട്ടുകാരനെ സ്നേഹിക്കണമെന്നുള്ളതുമാകുന്നു. യേശു പറയുന്നു, അങ്ങനെ തന്നെ നീ ചെയ്യുക. അവിടെയും ആ വ്യക്തി വിടുവാൻ തയ്യാറല്ല. പിന്നെയും ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ ആരാണ്? അല്ലെ, ഞാൻ ആരെയാണ് സ്നേഹിക്കേണ്ടത്? ന്യായപ്രമാണത്തിൻ്റെ പ്രമാണപ്രകാരം പല്ലിന് പകരം പല്ലും, കൈക്ക് പകരം കൈയും, കണ്ണിന് പകരം കണ്ണും. അതുകൊണ്ടൊക്കെയല്ലേ ദാവീദ് പോലും പ്രാർത്ഥിച്ചത്, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. സ്തോത്രം. ചില സങ്കീർത്തനമൊക്കെ വായിച്ചാൽ നമുക്ക് സത്യത്തിൽ ആ ഒരു പ്രതികാരദാഹത്തിൻ്റെ, അവൻ നശിച്ചു പോകട്ടെ, അവൻ ഇല്ലാതായി പോകട്ടെ എന്നൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അത് സ്തോത്രം പഴയ നിയമത്തിൻ്റെ വേറൊരു വശമാണ്. എന്നാൽ യേശുവിനോട് ചോദിക്കുന്നു, അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ആരാണ്? ഞാൻ ആരെയാണ് സ്നേഹിക്കേണ്ടത്? അപ്പോൾ കൂട്ടുകാരൻ ആരാണ്, യഥാർത്ഥത്തിൽ കൂട്ടുകാരൻ ആരാണെന്ന് ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു ഈ ഉപമ പറയുന്നത്. യേശുവിൻ്റെ ഉപമ നമുക്കെല്ലാവർക്കും പരിചിതമാണ്. നിരവധി സന്ദേശങ്ങൾ നമ്മൾ ഇതിൽ കേട്ടിട്ടുള്ളതുണ്ട്. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതിനകത്തുനിന്ന് ഓർപ്പിച്ച് ഈ ഭാഗം അവസാനിപ്പിക്കാം. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു വ്യക്തി യെരൂശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോവുകയാണ്. സ്തോത്രം. അതിനൊക്കെ നിരവധി വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. യെരൂശലേം ദൈവസാന്നിധ്യമുള്ള സ്ഥലവും യെരിഹോവ് ശപിക്കപ്പെട്ട സ്ഥലവും. അപ്പോൾ ദൈവസാന്നിധ്യത്തിൽ നിന്നും സ്തോത്രം പിന്മാറിപ്പോയാൽ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടാൻ സാധ്യതയുണ്ടെന്നും കള്ളന്മാർ അവനെ മുറിവേൽപ്പിക്കുമെന്നും അവൻ്റെ വസ്ത്രങ്ങൾ കീറിക്കളയുമെന്നും അവൻ്റെ നന്മകൾ കൊള്ളയിടപ്പെടുമെന്നും ഒക്കെ കാണുന്നു. സ്തോത്രം. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. യേശുവിൻ്റെ ലക്ഷ്യം ഈ ഉപമയിൽ കൂടെ കൂട്ടുകാരൻ ആരാണ്, ആരോടാണ് നമ്മൾ കരുണ കാണിക്കേണ്ടത് എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. ഇവിടെ കാണുന്നു, അവൻ അർത്ഥപ്രാണനായി വഴിയിൽ വിട്ടേച്ചു പോയി. വഴിയരികെ കിടക്കുകയാണിപ്പോൾ അർത്ഥപ്രാണനായി. ആര് തന്നെ സഹായിക്കുമെന്ന് തനിക്കറിയത്തില്ല. ഒരിക്കലും തന്നെ അത് പ്രതീക്ഷിച്ചില്ല, അങ്ങനെ ഒരു ദുരന്തം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. തൻ്റെ സമ്പാദ്യം പോയി, തൻ്റെ വസ്ത്രങ്ങൾ കീറപ്പെട്ടു, താൻ മുറിവേറ്റവനായി വഴിയരികെ കിടക്കുന്നു. എന്നാൽ ആ സമയത്ത് അവിടെ നമ്മൾ കാണുന്നുണ്ട്, ആ വഴിയായി യാദൃച്ഛിക ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറിപ്പോയി, കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ടും മാറി കടന്നുപോയി. അപ്പോൾ ലേവ്യനും പുരോഹിതൻ അവനെ കണ്ടിട്ട് മനസ്സലിയുവാൻ തയ്യാറായില്ല. ആ വ്യക്തിയുടെ സ്റ്റാറ്റസും ആ വ്യക്തിയുടെ
പ്രൗഢിയും പൊസിഷനും ഒക്കെ കണ്ടുകൊണ്ട് പുരോഹിതൻ അവിടെ മാറിപ്പോവുകയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ കർമാചാരങ്ങൾക്ക് ആ വ്യക്തിയെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല. വഴിയിൽ മുറിവേറ്റ് കിടന്നവനെ കർമാചാരങ്ങൾ കൊണ്ട് രക്ഷിക്കാൻ കഴിയത്തില്ല. ഒന്നുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ, പാപത്തിന്റെ പിടിയിൽ കിടക്കുന്ന, പാപത്തിനാൽ വന്ന മുറിവുകളിലേറ്റ് അർത്ഥപ്രാണനായി നിത്യ നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ കർമ്മങ്ങൾക്കോ കർമ്മങ്ങളുടെ ആചാരങ്ങൾക്കോ കഴിയത്തില്ല എന്നും ഈ ഭാഗം വളരെ വ്യക്തമാക്കുന്നു. അടുത്തത് നമ്മൾ കാണുന്ന ഒരു സ്തോത്രം, ലേവ്യൻ കടന്നു വന്നു. മതത്തിൻ്റെ അധികാരികൾക്ക് രക്ഷിക്കുവാൻ കഴിയത്തില്ല, മതത്തിന് രക്ഷിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ നമ്മൾ അടുത്ത ഭാഗത്ത് വായിക്കുന്നുണ്ട്, ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കൽ എത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു. യഥാർത്ഥ സ്നേഹിതൻ ആരാണെന്നുള്ള പഠിപ്പിക്കലാണ് ഇവിടെ കാണുന്നത്. യഥാർത്ഥ സ്നേഹിതൻ ആരല്ല എന്ന് കണ്ടു. ഒരുത്തനൊരാവശ്യത്തിലിരിക്കുമ്പോൾ പുരോഹിതനെ കുറിച്ചും ലേവ്യനെ കുറിച്ചും പറയുന്നു, അവനെ ആ സ്ഥലത്തെത്തിയപ്പോൾ അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. പുരോഹിതനെ പറയുന്നതും അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി, തൻ്റെ വഴിക്ക് പോയി, തൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയി. അവിടെ മുറിവേറ്റ് കിടക്കുന്നവൻ അവർക്ക് വിഷയമായി തോന്നിയില്ല, അവർക്ക് വലിയ പ്രശ്നമായി തോന്നിയില്ല. ഒന്നുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ, ലേവ്യന്റെയും പുരോഹിതന്റെയും മനോഭാവം എൻ്റേതെല്ലാം എൻ്റേതാണ്, നിന്റെ അവസ്ഥ നീ സഹിക്കുക, നിന്റെ സാഹചര്യം നീ അനുഭവിക്കുക, എൻ്റേതൊന്നും നിനക്ക് വേണ്ടി തരാനില്ല, എൻ്റെ സമയം തരാനില്ല, എൻ്റെ വാഹനം, എൻ്റെ പണം, എന്നിലിരിക്കുന്ന എണ്ണയും വീഞ്ഞും, ഇതൊന്നും നിനക്ക് തരാൻ പറ്റത്തില്ല. അവൻ വഴിമാറിപ്പോകുന്നു. അടുത്തത് പുരോഹിതൻ, ലേവ്യൻ, ഇവർ രണ്ടുപേരുടെയും മനോഭാവം ഒന്നാണ്. എനിക്കുള്ളതല്ല എൻ്റേതാണ്, ഞാൻ പങ്കുവയ്ക്കാൻ തയ്യാറല്ല. എൻ്റെ സമ്പാദ്യം, എൻ്റെ ആരോഗ്യം, എൻ്റെ സമയം, ഇതൊന്നും നിനക്ക് വേണ്ടി പങ്കുവയ്ക്കുവാൻ ഞാൻ തയ്യാറല്ല. എന്നാൽ കള്ളൻ്റെ ആ വഴിയിലുണ്ടായിരുന്ന കള്ളന്മാരുടെ മനോഭാവം, നിനക്ക് എന്തൊക്കെയുണ്ടോ, നീ മുറിവേൽക്കുന്നുണ്ടോ, നീ വേദനപ്പെടുന്നുണ്ടോ, ഇതൊന്നുമല്ല എൻ്റെ വിഷയം, നിനക്കുള്ളതെല്ലാം എനിക്ക് വേണം. കള്ളൻ്റെ മനോഭാവം കണ്ടോ? നിന്റെ ഇരിക്കുന്നതെല്ലാം എൻ്റെ വരണം. അതിന് നീ വിഷമിക്കുന്നുണ്ടോ, നീ പ്രയാസപ്പെടുന്നുണ്ടോ, നീ കഷ്ടപ്പെടുന്നുണ്ടോ, നിനക്ക് വേദനയാകുന്നുണ്ടോ, ഇതൊന്നുമല്ല അവൻ്റെ വിഷയം. അവൻ്റെ ലക്ഷ്യം എനിക്കെന്തെങ്കിലും കിട്ടണം. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതുപോലെ ഇടപെടുന്ന മനുഷ്യർ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിലും ഇല്ലേ? മറ്റൊരാൾക്ക് വേദനയാകുന്നുണ്ടോ? മറ്റൊരാൾക്ക് എൻ്റെ പ്രവൃത്തി മൂലം വിഷമം വരുന്നുണ്ടോ? മറ്റൊരാളെ ഞാൻ അർത്ഥപ്രാണനാക്കുകയാണോ എൻ്റെ വാക്കുകൾ നിമിത്തം? നമുക്ക് നമ്മുടെ അനുഭവമാണല്ലോ, ചിലരുടെയൊക്കെ വാക്കുകൾ മാസങ്ങളോളം നമ്മുടെ മനസ്സിൽ മുറിവുകളായി നിൽക്കും. ചിലരുടെയൊക്കെ സമീപനം, ചിലരുടെയൊക്കെ ഇടപെടലുകൾ നമുക്കങ്ങോട്ട് മറക്കുവാൻ കഴിയാത്ത വേദനയുണ്ടാകും. സംഭവിക്കാറില്ലേ? സ്തോത്രം. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ മുറിവുകൾ ഉണ്ടാകാം, ഇപ്പോഴത് കരിയാതെ കിടക്കാം. ഇതുപോലെയാണ് കള്ളന്റെ അവസ്ഥ. ഇതാണ്, നിനക്ക് വേദനിക്കുന്നുണ്ടോ ഇല്ലയോ, നിന്റെ സമ്പാദ്യമാണോ, നിന്നെക്കുറിച്ച് എനിക്കൊരു ചിന്തയില്ല, പക്ഷെ നിന്റേതല്ല എനിക്ക് വേണം. ഇതാണ് കള്ളന്റെ മനോഭാവം.
കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടപ്പോൾ ആ കള്ളന്മാരുടെ ആ മനോഭാവം ഇതാണ്: നീ വേദനിച്ചാലും, നീ വിഷമിച്ചാലും, നീ കഷ്ടപ്പെട്ടാലും, നിന്റെ ഇല്ലായ്മയിൽ നിന്ന് നീ സമ്പാദിച്ചു കൊണ്ടുവന്ന സ്വത്താണോ, ഇതൊന്നും എനിക്ക് വിഷയമല്ല, ഞങ്ങൾക്കൊന്നേ ഉള്ളൂ, നിന്റെ ഇരിക്കുന്ന മുഴുവൻ എൻ്റെ വേണം. ഇന്ന് പല മനുഷ്യരും അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അടുത്ത പുരോഹിതന്റെയും ലേവ്യന്റെയും മനസ്സ്: നീ കഷ്ടപ്പെടുന്നുണ്ട്, ഓക്കെയാണ്, ഞാൻ കണ്ടു, നീ മുറിവേറ്റ് കിടക്കുന്നു, നീ അർത്ഥപ്രാണനായി കിടക്കുന്നു, നിനക്കിപ്പോൾ സംരക്ഷണ ആവശ്യമാണ്, പക്ഷേ ഞാൻ കണ്ടു, ഞാൻ പോകുക, എൻ്റെ വഴിക്ക് ഞാൻ പോവുകയാ, എനിക്ക് നിന്നെ സഹായിക്കുവാൻ മനസ്സില്ല. നിന്നെ സഹായിക്കാൻ വരണമെങ്കിൽ എൻ്റേത് ഒരുപക്ഷെ എൻ്റെ സമയം നിനക്ക് വേണ്ടി ചെലവഴിക്കണം. സ്തോത്രം. എൻ്റേതായ സമ്പത്ത് ഒരുപക്ഷെ നിനക്ക് വേണ്ടി ചെലവഴിക്കണം. എൻ്റെ വാഹനം ഒരുപക്ഷെ നിനക്ക് വേണ്ടി ചെലവഴിക്കണം. അതുകൊണ്ട് വഴി മാറിപ്പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയും ഇടപെടുന്ന മനുഷ്യൻ നമ്മുടെ ചുറ്റുപാടുകളില്ലേ? കണ്ടും കാണാതെയും പോകുന്നവർ, കണ്ടിട്ടും കാണാതെ പോകുന്നവർ, ഒരു വാക്കുകൾ കൊണ്ട് പോലും ആശ്വാസം പറയാതെ, ഒരു വാക്കുകൾ കൊണ്ട് പോലും നമ്മെ താങ്ങാതെ കഷ്ടതയുടെ നടുവിൽ മാറിപ്പോകുന്ന എത്രയോ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നു. സ്തോത്രം. എന്നാൽ അടുത്ത വരുന്ന ശമരിയാക്കാരനെ കുറിച്ച് ചിന്തിച്ചു നോക്കിക്കേ. ശമരിയാക്കാരൻ്റെ മനസ്സാണ് മുറിവേറ്റവനോടുള്ള കരുണ. അവൻ പറയുന്നു, എൻ്റെ വാഹനം ഞാൻ നിനക്ക് തരാം, എൻ്റെ സമയം ഞാൻ നിനക്ക് തരാം, എൻ്റെ സമ്പാദ്യം ഞാൻ നിനക്ക് വേണ്ടി ചെലവഴിക്കാം, എൻ്റെ കയ്യിലിരിക്കുന്ന എണ്ണയും വീഞ്ഞും ഞാൻ നിനക്ക് വേണ്ടി തരാം, നിന്നെ ഞാൻ കൊണ്ടുപോയി രക്ഷ ചെയ്യാം. ഇതാണ് യഥാർത്ഥത്തിൽ സ്നേഹിതന്റെ കടമ. സമയം നോക്കാതെ, സാഹചര്യം നോക്കാതെ, ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാകരുത് സ്നേഹിതൻ. സ്തോത്രം. ഇന്ന് പലരും ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ സ്നേഹം കാണുന്നത്. എന്നെ സ്നേഹിച്ചാൽ ഞാനും സ്നേഹിക്കും. നമ്മളിന്ന് പല ഫേസ്ബുക്കുകളിലെ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് സ്തോത്രം ഒരു ഭാഗത്തൂടെ വചനവ്യവസ്ഥയിൽ നിന്ന് ചിന്തിച്ചാൽ നമുക്ക് നിരാശ തോന്നും. ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഉണ്ട്. എന്നെ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹിക്കും. അതാണോ സത്യത്തിൽ യേശുവിൻ്റെ മനോഭാവം? നല്ല ശമരിയാക്കാരൻ്റെ മനോഭാവം അതാണോ? ആ വിഷയത്തിൽ ഞാൻ തികഞ്ഞവനാണെന്നോ എന്നുള്ള ആ ഒരു ദാർഷ്ട്യത്തിലല്ല ഈ പറയുന്നത്. എനിക്കും നിങ്ങൾക്കും, നമ്മൾക്ക് ഓരോരുത്തർക്കും വരേണ്ടുന്ന മനോഭാവം, വഴിയരികിൽ കിടക്കുന്നവൻ ആരാണെന്നറിയത്തില്ല, അവന്റെ പേരറിയത്തില്ല, അവന്റെ അഡ്രസ് അറിയത്തില്ല, അവനെ കുറിച്ച് ഒരു പരിചയവുമില്ല, വഴി യാത്രക്കാരൻ. പക്ഷേ ഒരുവൻ കഷ്ടതയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ താൻ അവിടെ തന്റെ വാഹനം നിർത്തി, താൻ അതിൽ നിന്നും ഇറങ്ങി അവന്റെ അടുക്കൽ ചെന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, അവനെ കണ്ടിട്ട്, അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. മനസ്സലിവുള്ള ഒരു ഹൃദയത്തിനുടമയായിരിക്കണം ഞാനും നിങ്ങളും. മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നവരാകരുത് നമ്മൾ. മറ്റുള്ളവരുടെ മനസ്സിനെ, അവരുടെ അവസ്ഥകളെ കണ്ട് നമുക്ക് മനസ്സലിവുണ്ടായി. അടുത്ത കാണുന്നു, അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്നു. അവന്റെ മുറിവുകളിൽ എണ്ണയും വീഞ്ഞും പകർന്നു. ഈ എണ്ണയും വീഞ്ഞും ആരുടേതാ? ശമരിയാക്കാരൻ്റെയാ. അടുത്ത കാണുന്നു, അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി, കേട്ടോ, തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ ഈ 2 വെള്ളിക്കാശ് ആരുടേതാണ്? അതും ശമരിയാക്കാരൻ്റെയാണ്. അതാണ് ശമരിയാക്കാരൻ്റെ മനസ്സ്. നീ ആരാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നീ ഒരു ആവശ്യത്തിലിരിക്കുന്നു, നീ മുറിവ് പെട്ട് കിടക്കുന്നു, നിന്നെ സഹായിക്കുവാൻ എൻ്റെ സമയം ഞാൻ ചെലവഴിക്കാം. അവൾ യാത്രക്കാരൻ കൊണ്ട് അവൻ പോകയിൽ താമസിച്ചു പോയി. അവന് താമസിച്ചു പോയത് കൊണ്ട് അന്ന് രാത്രിയിൽ ആ വഴിയമ്പലത്തിൽ വിശ്രമിച്ചിട്ട് അടുത്ത നാളായി പോയി. തൻ്റെ പ്രോഗ്രാം പോലും, തൻ്റെ ഷെഡ്യൂൾ പോലും മാറ്റി.
സ്തോത്രം. എന്തിനു വേണ്ടിയാ? ഒരു മനുഷ്യനോട് കരുണ കാണിക്കുവാൻ വേണ്ടി. സ്തോത്രം. ശമരിയക്കാരൻ്റെ മനോഭാവം, എനിക്കുള്ളതല്ല നിൻ്റേതുമാ. എൻ്റെ സമയം ഞാൻ നിനക്ക് വേണ്ടി ചെലവഴിക്കാം, എൻ്റെ പണം ഞാൻ നിനക്ക് വേണ്ടി ചെലവഴിക്കാം, എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് വേണ്ടി ചെലവഴിക്കാം. ഈ രാവിലെ സമയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകം അറിയുന്നില്ലെങ്കിലും, മറ്റുള്ളവരുടെ മുമ്പിൽ പബ്ലിസിറ്റി ആകുന്നില്ലെങ്കിലും, മറ്റുള്ളവർ നമ്മളെ നല്ലൊരു ശമരിയക്കാരനെന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നില്ലെങ്കിലും, നമ്മുടെ മനസ്സിലെപ്പോഴും ഇരിക്കേണ്ടുന്ന കാര്യമാണ്, ആവശ്യത്തിലിരിക്കുന്നവരെ നമ്മാൽ കഴിയുന്ന സഹായം ചെയ്യുക. ഒരുപക്ഷെ പണം കൊടുത്ത് സഹായിക്കുവാൻ നമ്മുടെ കരത്തിൽ കാണത്തില്ലായിരിക്കാം. ഒരു വാക്കുകൊണ്ട്, ഒരു ഇടപെടിയിൽ കൊണ്ട്, ഒരു ഫോൺ കോൾ കൊണ്ട്, ഒരാശ്വാസ വാക്കുകൊണ്ട് മറ്റുള്ളവരെ നമുക്ക് താങ്ങാം. നമ്മുടെ സമയം ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കാം. അതൊരിക്കലും നഷ്ടമല്ല. നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രം നമ്മൾ സ്നേഹിച്ചാൽ അതിനകത്ത് വെളിപ്പെടുന്നത് പരീക്ഷ ഭക്തിയാണെന്നാണ് തിരുവചനത്തിൽ കൂടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. യേശുവിനെ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? പരീശന്മാരും അങ്ങനെ ചെയ്യുന്നു. സ്തോത്രം. സ്നേഹിക്കപ്പെടുവാൻ ആരുമില്ലാത്തവരെ, കരുതുവാൻ ആരുമില്ലാത്തവർക്ക് വേണ്ടി നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമുക്കുള്ളത് ചെലവഴിക്കുവാനുള്ള മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവിടെ കാണുന്നു 36 വാക്യത്തിൽ, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു. അവനോട് കരുണ കാണിച്ചവനെന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. ന്യായപ്രമാണത്തിൽ പാണ്ഡിത്യമുള്ള മനുഷ്യനോട് യേശു പറയുകയാണ്, നിത്യജീവനെ അവകാശമാക്കുവാൻ അവൻ തന്നെ പറയുന്നു, പ്രമാണം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും കൂടെ അനുസരിക്കണം, സ്നേഹിക്കണം. കൂട്ടുകാരനെ പോലെ നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ കൂട്ടുകാരനെ സ്നേഹിക്കണം. അവൻ്റെ ചോദ്യം, എൻ്റെ കൂട്ടുകാരൻ ആരാണ് എന്ന് പറഞ്ഞാൽ, കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, നമ്മുടെ വർഷത്തിൻ്റെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കൂട്ടിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. കഷ്ടത വരുമ്പോൾ ഒരാൾക്ക് സഹായിക്കാൻ കഴിഞ്ഞെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹിതൻ. ഹല്ലേലൂയ. ഒരുവന്റെ കഷ്ടതയിൽ നമുക്ക് സഹായിക്കുവാൻ കഴിയുമോ? അല്ല. സ്വാർത്ഥതയോടെയാണോ നമ്മളായിരിക്കുന്നത്? നമ്മളാരും യഥാർത്ഥ ശമരിയക്കാരനല്ല. യേശു പറയുക മാത്രമല്ലായിരുന്നല്ലോ നല്ല ശമരിയക്കാരൻ എന്നുള്ള കാര്യം യേശു വെളിപ്പെടുത്തി കാണിച്ചില്ലേ? സ്നേഹിതന്മാർക്ക് വേണ്ടി തൻ്റെ ജീവനെ കളഞ്ഞ യേശു, അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി ചിന്തി യേശു. യേശു പറഞ്ഞു, ഈ ഭൂമിയിൽ യേശു പറഞ്ഞത്, എൻ്റേതെന്ന് പറഞ്ഞത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഇത് എൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. യേശു എൻ്റേതെന്ന് പറഞ്ഞ രണ്ട് കാര്യവും മാനവകുലത്തിൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി ഏൽപ്പിച്ചു തന്നു. തൻ്റെ ശരീരം അടിക്കപ്പെടുവാൻ, പിച്ചി ചീന്തുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ചിന്തി നല്ല ശമരിയക്കാരൻ എന്നുള്ള കാര്യം യേശു വെളിപ്പെടുത്തി. മുറിവേറ്റ് കിടക്കുന്നവർക്ക് എണ്ണയും വീഞ്ഞും പകർന്നതുപോലെ, സ്തോത്രം, യേശു നമുക്ക് വേണ്ടി തൻ്റെ ശരീരവും രക്തവും ഏൽപ്പിച്ചു തന്നു. കള്ളൻ്റെ മനോഭാവം, നിൻ്റേതെല്ലാം എൻ്റേതാകണം, നീ വേദനിക്കുന്നോ, നീ നിരാശപ്പെടുന്നോ, നിന്റെ ആവശ്യം നടക്കുന്നു, ഇതൊന്നും എൻ്റെ വിഷയമല്ല, എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത്, അങ്ങനെ മനോഭാവമുള്ളവർ കള്ളന്മാരുടെ ലിസ്റ്റിലാണ് വരുന്നത്. സ്തോത്രം. നീ വേദനിച്ചാലും ഇല്ലേലും, എൻ്റെ ഇടപെടൽ കൊണ്ട് എൻ്റെ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടായാലും ഇല്ലേലും, ഒറ്റ ലക്ഷ്യമുള്ളൂ, നിൻ്റേതല്ല എൻ്റേതാകണം.
നിൻ്റെ കയ്യിലിരിക്കുന്നതല്ല എൻ്റെ കൈ വരണം. പക്ഷേ ആ സ്തോത്രം പുരോഹിതൻ്റെയും ലേവ്യൻ്റെയും മനോഭാവം കണ്ടോ? നീ എന്ത് വേദന എടുത്താലും, നീ എത്ര മരണത്തോട് മല്ലടിക്കുന്നത് കണ്ടാലും, എനിക്കൊരു മതമുണ്ട്, എനിക്കൊരു ശുശ്രൂഷയുണ്ട്, അതിനപ്പുറം ഞാനൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റേതെല്ലാം എൻ്റേതാണ്, നിനക്ക് വേണ്ടി ഷെയർ ചെയ്യുവാൻ ഞാൻ മനസ്സല്ല, എനിക്ക് മനസ്സില്ല. എന്നാൽ അടുത്ത ഭാഗത്ത് കാണുന്നു ശമരിയക്കാരൻ. അവൻ പറയുന്നു, എൻ്റെ യാത്രയല്ല എനിക്കിന്ന് വിഷയം, എൻ്റെ പണമല്ല എനിക്ക് വിഷയം, എൻ്റെ കൈ ഞാൻ ശേഖരിച്ചു കൊണ്ടുപോകുന്ന എണ്ണയും വീഞ്ഞുമല്ല എനിക്ക് വിഷയം, എൻ്റെ സമയം നഷ്ടപ്പെടുന്നതല്ല എനിക്ക് വിഷയം, എനിക്ക് ഈ മനുഷ്യൻ്റെ ആവശ്യമാണ്. ആവശ്യങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക, നമ്മളാൽ കഴിയുന്ന രീതിയിൽ. ഒരുപക്ഷെ അത് ലോകം അറിയത്തില്ല, വലിയ പബ്ലിസിറ്റി ഉണ്ടാകത്തില്ല. പക്ഷെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, നമ്മളാൽ കഴിയുന്നത് മറ്റുള്ളവർക്ക് ചെയ്യാം, കരുണ കാണിക്കാം. കരുണയുടെ നല്ലൊരു ഹൃദയം നമുക്കുണ്ടാകട്ടെ. നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടിയും നമ്മളെ പരിഹസിക്കുന്നവർക്ക് വേണ്ടിയും നന്മ ചെയ്യാം. അതല്പം പ്രയാസമുള്ള കാര്യമാണ്. മുൻപരിചയമില്ലാതെ വഴിയരികിൽ കിടക്കുന്ന മനുഷ്യന് വേണ്ടി ഒരു ശമരിയക്കാരൻ നിന്നു, തൻ്റെ സമയം കളഞ്ഞു, തൻ്റെ സമ്പത്ത്, തൻ്റെതായ സ്തോത്രം എല്ലാം അവന് വേണ്ടി ചെലവഴിച്ച് തൻ്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി രക്ഷ ചെയ്തു. ഇതിൽ നിന്നൊരു സന്ദേശം കൂടെ ഞാൻ പറയട്ടെ. ഈ ഭൂമിയിൽ മനുഷ്യൻ ഇന്ന് പാപത്തിൽ, പിശാചിൻ്റെ കയ്യിൽ അകപ്പെട്ട് പാപത്തിൽ കിടന്ന് അർത്ഥപ്രാണരായി പോയിക്കൊണ്ടിരിക്കുകയാണ്, നിത്യ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുരോഹിതന്മാർക്കോ ലേവ്യർക്കോ, ഒന്നുകൂടെ പറഞ്ഞാൽ പാരമ്പര്യത്തിനോ മതത്തിനോ ആ മനുഷ്യന് രക്ഷ ചെയ്യുവാൻ കഴിയാതിരിക്കുമ്പോൾ നല്ല ശമരിയക്കാരനായ യേശുവിന് മാത്രമേ അവരെ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അനേകര പാപത്തിൻ്റെ മുറിവേറ്റ് അർത്ഥപ്രാണനായി കിടക്കുന്നവരെ കണ്ട് വഴിമാറുമ്പോൾ അവരുടെ യഥാർത്ഥ ആവശ്യം കണ്ട് അവരുടെ അടുക്കലേക്ക് ചെല്ലുവാൻ, അവരുടെ അടുക്കലേക്ക് ചെന്ന് അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ, അവരെ ഒരു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ, അവരെ ധൈര്യപ്പെടുത്തുവാൻ, അവരെ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരുവാൻ, ദൈവനാമത്തിൽ അവരെ നിർത്തുവാൻ, അവർക്ക് രക്ഷ ചെയ്യുവാൻ സ്തോത്രം മനസ്സുള്ള ഒരു കൂട്ടം ശമരിയക്കാരെ കർത്താവ് ഈ തലമുറയിൽ ആഗ്രഹിക്കുന്നു. കർത്താവ് അതിനു വേണ്ടി കൊതിക്കുന്നു. അത് ഞാനാകട്ടെ, അത് നിങ്ങളാകട്ടെ, നമ്മിൽ ഓരോരുത്തരുമാകട്ടെ, അർത്ഥപ്രാണരായി കിടക്കുന്ന ചിലരെ രക്ഷ ചെയ്യുവാൻ. സ്തോത്രം. പിശാച് മുറിവേൽപ്പിച്ച് കിടക്കുന്ന അനേകരുണ്ടല്ലോ. സ്തോത്രം. ചിലരുടെയൊക്കെ അവസ്ഥകളും ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ചെന്ന് കാണുമ്പോൾ, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് സുവിശേഷവുമായി ചെല്ലുമ്പോൾ ചിലരുടെയൊക്കെ അവസ്ഥകൾ കാണുമ്പോൾ വളരെ വേദന തോന്നാറുണ്ട്. എങ്ങനെ ഇവരൊക്കെ ജീവിക്കുന്നു? സ്തോത്രം. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത കഷ്ടതയിൽ കൂടെ കിടക്കുന്ന അനേക ജനം. നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ. യേശുവിനെ അറിയാതെ പോയി വഴിയരികെ കിടക്കുകയാണ് അനേകര്, മുറിവേറ്റ് കിടക്കുകയാണ്. സ്തോത്രം. ഏത് നിമിഷവും മരിക്കാം, ഏത് നിമിഷവും നരകത്തിൽ തള്ളപ്പെടാം. അവരുടെ മുമ്പിൽ വഴിമാറി പോകരുതേ നമ്മൾ. ഒരു വാക്കിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ, ഒരു വാക്കിൽ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു സഹോദര, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നൊരു വാക്ക് പറയുവാൻ. നമ്മുടെ സമയവും നമ്മുടെ സാഹചര്യവും നമ്മളൊന്ന് ഒരുക്കുന്നുവെങ്കിൽ അതാണ് യഥാർത്ഥ കൂട്ടുകാരൻ്റെ മനോഭാവം. എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലിൻ്റെ അടിസ്ഥാനത്തിലാകരുത് ബന്ധങ്ങൾ. നിശ്ചയമായും മറ്റുള്ളവർക്ക് ഇതൊരു പ്രാക്ടിക്കൽ സ്തോത്രം ആലോചനയാണ് കർത്താവിവിടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാം. അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരു കൂട്ടം പാവികൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. രക്ഷിക്കപ്പെടാതെ, സ്നാനപ്പെടാതെ, അല്ലെ രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും പിന്മാറിപ്പോയി കിടക്കുന്ന, പിശാചിൻ്റെ കയ്യിൽ അർത്ഥപ്രാണരായി കിടക്കുന്ന, വഴിയരികെ കിടക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരെ നേടുവാൻ നല്ല ശമരിയക്കാരായി നമുക്ക് മാറാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
അവർക്ക് വേണ്ടി ഉപവസിക്കാം, അവർക്ക് വേണ്ടി ആലോചന പറയാം. നമ്മുടെ സമയം, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി നമുക്ക് ചെലവഴിക്കാം. നിശ്ചയമായും ഒരിക്കലും അത് നഷ്ടമല്ല. യേശു പറയുന്നു, നല്ല കൂട്ടുകാരൻ്റെ ലക്ഷണം ഇതൊക്കെയാണ്. അതുകൊണ്ട് നല്ല ശമരിയാക്കാരനെ പോലെ ഓരോ ദിവസവും നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം, ഒന്ന് നമുക്ക് ചിന്തിക്കാം, കർത്താവേ അതിനുള്ള കൃപ എനിക്ക് തരണം. സ്തോത്രം. മറ്റുള്ളവരെ അവരുടെ ആപത്തിൽ, അവരുടെ കഷ്ടതയിൽ ഒരുപക്ഷെ പണം കൊടുത്തോ ഒന്ന് നമുക്ക് സഹായിക്കാൻ പരിമിതികളുണ്ടാകാം. എന്നാൽ അതിനപ്പുറം വാക്കുകൾ കൊണ്ടു താങ്ങുവാൻ, ഒരാശ്വാസവാക്ക് പറയുവാൻ, ഒരു ഫോൺ കോൾ ചെയ്യുവാൻ കർത്താവ് നമ്മൾക്ക് ഇട ചെയ്യട്ടെ. നല്ല ശമരിയാക്കാരനെ പോലെ, കള്ളനെ പോലെ എൻ്റേതെല്ലാം നിൻ്റേതെല്ലാം എൻ്റേതും എന്നുള്ള മനോഭാവമല്ല, പുരോഹിതൻ്റെയും ലേവ്യൻ്റെ മനോഭാവം പോലെ എൻ്റേതെല്ലാം എൻ്റേത്, നിൻ്റെ ആവശ്യത്തിൽ എനിക്ക് തരാൻ മനസ്സില്ല എന്നുള്ളതല്ല. നല്ല ശമരിയ പോലെ നീ ആരായാലും എനിക്ക് അറിയത്തില്ല, നിൻ്റെ പേരറിയത്തില്ല, നിൻ്റെ അഡ്രസ്സ് അറിയത്തില്ല, പക്ഷേ എൻ്റേതെല്ലാം നിൻ്റെ ആവശ്യത്തിൽ ഞാൻ തരാം. അങ്ങനെ ഒരു മനോഭാവത്തോടുകൂടെ നല്ല കരുണയുള്ള ശമരിയാക്കാരനെ പോലെ, നല്ലൊരു കൂട്ടുകാരനെ പോലെ ജീവിക്കാം. അതിനെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിനുള്ള കൃപദൈവം നമുക്ക് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയും പ്രബോധനത്തോടു കൂടെ ഒരു വാക്കിൽ ഈ ശുശ്രൂഷ പര്യവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമ്മൾ ചിന്തിക്കുക, ഞാൻ ഒരു നല്ല ശമരിയാക്കാരനാണോ? പലപ്പോഴും നമ്മൾ ഈ കാര്യം പറഞ്ഞ് യേശുവിനെ ശമരിയാക്കാരനാക്കി മാറ്റി അങ്ങനെ നടത്തുന്നു. നല്ല കാര്യം, യേശു നല്ല ശമരിയാക്കാരനാണ്, തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി. പക്ഷേ ആ ഒരു നല്ല ശമരിയാക്കാരനെ പോലെ നമുക്ക് മാറാൻ കഴിയുന്നുണ്ടോ? മുറിവേറ്റവനെ താങ്ങുവാൻ, മുറിവേറ്റവനെ വീണ്ടും മുറിവേൽപ്പിക്കാനല്ല. യോബിൻ്റെ സ്നേഹിതന്മാരെ പോലെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരാകാനല്ല. നിന്റെ കുറ്റം കൊണ്ടാ അവൻ അങ്ങനെ തന്നെ വരണം, അല്ലെങ്കിൽ എനിക്കറിയാം അവൻ അങ്ങനെ വരത്തുള്ളായിരുന്നു, അവൻ്റെ ഈ പോക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവനിവിടെ. അങ്ങനല്ല. സ്തോത്രം. കഷ്ടത അനുഭവിക്കുന്നത് എത്ര ദ്രോഹം ചെയ്തവരായിക്കട്ടെ, എത്ര ബുദ്ധിമുട്ട് നമ്മളെ വരുത്തിയവരായിക്കൊള്ളട്ടെ, ജീവിതത്തിൽ ഇതുപോലെ വിഷമിപ്പിച്ചവർ വേറെ ഇല്ലായിരിക്കാം. പക്ഷേ അവർക്കൊരാവശ്യം വരുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളായിരിക്കണം ഒന്നാമത് നിൽക്കേണ്ടത്. സ്തോത്രം. ഒരു നല്ല ശമരിയാക്കാരൻ്റെ മനസ്സോടുകൂടെ സ്തോത്രം. നമുക്ക് നമ്മുടെ സമയം, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി, പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി, സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ചെലവാക്കാം, ചെലവിടാം. ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ നമുക്ക് പര്യവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഗ്രൂപ്പിൽ കൂടെ തുടർമാനമായി യേശുക്രിസ്തുവിൻ്റെ ഉപമകളെക്കുറിച്ച് ധ്യാനിക്കുമെന്ന കൃപയ്ക്ക് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ പോലെ ആ നല്ല ശമരിയാക്കാരൻ ഉപമയിൽ കൂടെ പഠിപ്പിച്ചതുപോലെ കരുണ ചെയ്യുന്നവരായി മാറുവാൻ കൃപ ചെയ്യണം. ഞങ്ങളുടെ പ്രവൃത്തിയും വാക്കും സംസാര ഇടപെടലുമൊക്കെ കരുണ ചെയ്യുന്നതായി തീരട്ടെ. അതിനായി സഹായിക്കണം, ശക്തീകരിക്കണം, കൃപയിൽ മറയ്ക്കണം, നന്മയാക്കി തീർക്കണം. വചനം ശ്രവിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ സ്വർഗ്ഗം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കുക. സർവശക്തൻ സർവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.